അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സോസേജ് ഒരു വെറൈറ്റി പൊരിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പോണത്. അതിന് 3 സോസേജ്, നല്ല സോസേജ് മേടിക്കണേ. സോസേജ് ഇതാ, അറബിൽ ഇതിന് നക്കാനക്ക് എന്ന് പറയും. പിന്നെ അല്പം ഇഞ്ചി, ഇത്രയും വെളുത്തുള്ളി, പച്ചമുളക്, ആട്ടപ്പൊടി, ശ്രദ്ധിക്കണം, ആട്ടപ്പൊടി, കോൺഫ്ലവർ, കോൺഫ്ലവർ, ചില്ലി പൗഡർ, മീറ്റ് പൗഡർ, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഈ ഐറ്റംസിലുള്ള ഇത്രയും സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഇതിൽ വേണ്ടത്. ഓക്കെ. അങ്ങനെ നേരത്തെ കണ്ട സോസേജ് ഇതാ ഇത്ര നീളത്തിൽ ഒരു സോസേജ് 2 പീസാക്കി മുറിച്ചു. അപ്പോൾ അതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് അല്പം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 സ്പൂൺ മുളകും പൊടി. ഇത്ര മാത്രം ഫസ്റ്റിൽ ഇതിൽ ചെയ്യുക. ഓക്കെ. ഇനി ഇത് 3ഉം കൂടി, ഇത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി 3 കൂടി മിക്സാക്കിയിട്ട് അരയ്ക്കുക. നല്ലോണം പേസ്റ്റ് 3ഉം കൂടി നല്ലോണം ഒരുമിച്ച് പേസ്റ്റാക്കി ആക്കുക. ഇതിലേക്ക് അല്പം ചെറുനാരങ്ങയുടെ നീര്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, പകുതി മതി. ഒരു സ്വല്പം ഉപ്പ്, ഓൾറെഡി സോസേജിലൊക്കെ സ്വല്പം ഉപ്പ് ആയിട്ടാണ് വരിക. ഒരു ഹാഫ് വേവിലാണ് സോസേജ് സാധാരണ വരാറ് ഫ്രോസനായിട്ട്. ഒരു സ്വല്പം ഉപ്പ് കൂടിയ സോസേജ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് മിക്സ് ചെയ്യാം. അത് നേരത്തെ അരച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി അരച്ച പേസ്റ്റ് ഈ പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം ആട്ടമാവ് ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം കോൺഫ്ലവർ പൊടി, പിന്നെ മുളകും പൊടി, ഇറച്ചി മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് 3ഉം കൂടി ഇനി മിക്സ് ചെയ്യും. ഇതാ നമ്മൾ നേരത്തെ ഇട്ട ഇതിലേക്ക് കൊട്ടുന്നു. ഇനി ഇത് മിക്സാക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ അത് മിക്സാക്കി. ഇത് ഇനി ഒരു മണിക്കൂറാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കണം. ഓക്കെ. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യും. അതപ്പം ഇനി വീഡിയോ എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളത് ഓയിൽ ഇതാ തിളച്ച് വന്നിരിക്കണം. ഇതാ നമ്മൾ സാധനം ഇടാൻ പോവുക. അതിന് മുന്നേ ഈ മസാല ഐറ്റംസ്, ഉഴുന്ന് വട, പിന്നെ മാതിരി പരിപ്പ് വട, സമൂസ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സാധനം, 2 മിളക് കീറിയത്, പിന്നെ കുറച്ച് വേപ്പില, ഇത് അതിൽ കിടന്നോട്ടെ. ഇതെങ്ങനെ അതിൽ കിടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ ഒരു റെസിപ്പി വേറെ കിട്ടും. ഈ മസാല ഐറ്റംസ് പൊരിക്കുമ്പോഴും ഇത് ചിലവർക്കറിയാം, എല്ലാവർക്കും അറിയുമെന്ന് തോന്നണില്ല, എന്നാലും ഒന്ന് പറഞ്ഞതിന് മാത്രം. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് പെറ്റായി കണ്ടാവും, പക്ഷെ എന്നാലും ഇതാ ഞാനിതാ ഇതിലേക്ക് പൊരിക്കാൻ നമ്മളത് ഇടുന്നു. ഓക്കെ. പൊരിക്കുക നേരത്തെ എടുത്താക്കി വെച്ച്. ഇനി വീഡിയോ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇതാ ഏകദേശം നമ്മളെ ആ സോസേജ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരി എടുക്കുകയാണ്. ഓക്കെ. ഒരു പാത്രത്തിലേക്ക് മാറ്റി. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പരിപാടി കലക്കിൻ്റെ ഇതാണ്. ഇതിൽ ഇനി വേണമെങ്കിൽ നമുക്ക് സോസൊക്കെ ഒഴിച്ചിട്ട്, ഇതിൻ്റെ പ്രൊമോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രികൾക്ക് സാമ്പാറാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കൂടെ ഒരു ടച്ച് അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
മീൻ പൊരിച്ച ഉച്ചക്കൽക്കുള്ളതാണ്. അത് ഉച്ചക്കലത്തെ ചോറിനാണ്, സാമ്പാറും മീൻ പൊരിച്ചോറിന്. അപ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, ഇതാണ് ഈ ഐറ്റംസ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ.